കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. സംഭവകുലമായിരിക്കുന്ന ഭൂമിയില് കർത്താവ് നമ്മെ ഓരോ നിമിഷവും കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാണ്. ആ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഈ ദിവസങ്ങളില് നമ്മുടെ സത്യവേദ പുസ്തകമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ സ്ത്രീരത്നങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അവരിൽ കൂടെ ചിലത് പഠിപ്പിച്ചെടുക്കുവാൻ സഹോദരിമാരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തില് ഇടയായി തീരുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു സഹോദരിയെ കുറിച്ച് പഠിക്കാം. ബൈബിളില് ഒത്തിരി സ്ഥലങ്ങളില് ആ സ്ത്രീയെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ തന്നെയും വേദപുസ്തകത്തിന്റെ എബ്രായ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും യോശുവയുടെ പുസ്തകത്തിലും നമുക്ക് ആ സഹോദരിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വേശ്യ സ്ത്രീയായി ജീവിച്ചിരുന്ന ആ സഹോദരി എപ്രകാരമാണ് ക്രിസ്തു സ്നേഹത്താൽ പിടിക്കപ്പെട്ടതും തന്റെ വിശ്വാസത്താൽ താൻ നിത്യ ശിക്ഷാവിധിയിൽ നിന്നും തെറ്റി ഒഴിയുന്നതുമായ ഒരു ചരിത്രം നമുക്കിന്ന് പകൽക്കാലം വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അതിനായി നമുക്കൊരു വേദവാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം നമുക്ക് നോക്കാം. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസത്താൽ ജീവിച്ച, വിശ്വാസത്താൽ പലതും നേടിയെടുത്ത, വിശ്വാസത്താൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുത്ത വലിയ വീരന്മാരുടെ, വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതല് 40-ാം വാക്യം വരെ നാം വായിച്ചു വരുമ്പോൾ വിശ്വാസം എന്താണെന്നും വിശ്വാസത്താൽ ആരെല്ലാം എന്തെല്ലാം നേടിയെടുത്തുവെന്നും വിശ്വാസത്താൽ തങ്ങളുടെ ജീവനെ വിലയേറിയതായി എണ്ണാതെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും രാജപദവി വേണ്ട എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തതുമായ മോശ മുതലായ എല്ലാ വിശുദ്ധന്മാരുടെയും അല്ലെങ്കിൽ അനേകം വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് രാഹാബ് എന്ന വേശ്യ. അവൾ എന്താണ് ചെയ്തത്? വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അതായത് നമുക്ക് ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയുന്നത് യോശുവയുടെ പുസ്തകത്തിലാണ്. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തില് ഈ രാഹാബിനെ കുറിച്ച് എന്താണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ യോശുവയുടെ പുസ്തകത്തില് ഈ രാഹാബിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് 2-ാം അധ്യായം 25-ാം വാക്യം. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തത് പ്രവർത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ അവളുടെ പ്രവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്താൽ താൻ ഒറ്റുകാരെ കൈക്കൊണ്ടതുകൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അതായത് എരിഹോ പട്ടണം പിടിച്ചടക്കി അവിടെ വലിയൊരു സംഹാരം നടന്നു. അതില് ഈ രാഹാബ് കുടുംബവും രക്ഷ പ്രാപിച്ചതായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ ചരിത്രഭാഗം തന്നെയാണ് പ്രവർത്തികളാലല്ലയോ എന്ന് പറഞ്ഞ് യാക്കോബ് അപ്പോസ്തലൻ വിവരിച്ചിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് വിശ്വാസം വേണം, വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയും വേണമെന്നാണ് ഈ 2 അപ്പോസ്തലന്മാരും കൂടി തങ്ങളുടെ ലേഖനങ്ങളിൽ കൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. കണ്ടോ, വിശ്വാസത്താൽ നമ്മുടെ പ്രവൃത്തികളെ വെളിപ്പെടുത്താൻ കഴിയും.
പ്രവർത്തികളാൽ നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാനും കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് വിശ്വാസത്താൽ രാഹാബ് രക്ഷപ്പെട്ടു. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുന്നത് തന്റെ പ്രവർത്തികളാൽ രാഹാബ് രക്ഷപ്പെട്ടു. ഇത് രണ്ടും ഒരേ അടിസ്ഥാനത്തിൽ പോകുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും വേണം, പ്രവൃത്തിയും വേണം. പ്രവൃത്തിയും വേണം, വിശ്വാസം വേണം. ഇത് രണ്ടും ഒരു ഈക്വലായി നിന്ന് പോകുന്ന ഒരു അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് പ്രവർത്തികളാൽ ആ വിശ്വാസത്തെ തെളിയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ വിശ്വാസമായി തീരുന്നില്ല. മനസ്സിലായോ? നമ്മുടെ വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബ്രഹാം പ്രവർത്തികളാലാണ് തന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തിയത്. തന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനായിരുന്നു ഇസ്ഹാക്ക്. ആ ഇസ്ഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കുവാൻ യഹോവയായ ദൈവം അരുളി ചെയ്ത ആ സമയം തന്നെ തന്റെ ഭാര്യയോടോ തന്റെ ചർച്ചക്കാരോടോ കുടുംബക്കാരോടോ ആരോടും അനുവാദം ചോദിച്ചില്ല. തന്റെ പ്രവർത്തിയാൽ അത് വെളിപ്പെടുത്തി. തന്റെ വിശ്വാസം, ദൈവത്തോടുള്ള തന്റെ വിശ്വാസം തന്റെ പ്രവർത്തിയാൽ വെളിപ്പെടുത്തി. അങ്ങനെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുവാൻ കാരണമായി തീർന്ന അതേ പ്രവൃത്തിയാണ് രാഹാബ് എന്ന വേശ്യ ഇവിടെ ചെയ്യുന്നത്. ഈ സഹോദരി ഇതാണ് ചെയ്തിരിക്കുന്നത്. തന്റെ പ്രവർത്തികളാൽ തന്റെ വിശ്വാസം വെളിപ്പെടുത്തി. നമുക്ക് ഈ രാഹാബിന്റെ ചരിത്രത്തിലേക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് യോശുവയുടെ പുസ്തകം എടുക്കാം. 2-ാം അധ്യായത്തിലാണ് രാഹാബ് എന്ന സഹോദരിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടി. എരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക. അവർ ദേശമൊക്കെയും ഉറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ നിങ്ങൾ പോയിട്ട് അവരെ അന്വേഷിപ്പിനെന്നൊക്കെ രാജാവിന്റെ അടുക്കൽ നിന്ന് വന്ന ഭടന്മാരോട് രാഹാബ് പറയുന്ന ഒരു ചരിത്രമാണ്. അതായത് മോശ മരിച്ചു. മോശയ്ക്ക് ശേഷം യോശുവ, നൂന്റെ മകനായിരിക്കുന്ന യോശുവ ഇസ്രായേൽ ജനത്തിന്റെ നേതാവായി തീർന്നു. തന്റെ കീഴിൽ ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എരിഹോ എന്ന പട്ടണം പിടിച്ചടക്കുവാൻ തന്റെ വഴിമധ്യത്തില് 2 ഒറ്റുകാരെ ശിത്തീമിൽ അവർ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ശിത്തീമിൽ നിന്നും എരിഹോ പട്ടണത്തിലേക്ക് 2 ഒറ്റുകാരെ അയക്കുകയാണ് യോശുവ. അങ്ങനെ കടന്നു ചെന്ന ഈ ഒറ്റുകാര് എന്തു ചെയ്തു? അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ രാഹാബ് എന്ന സഹോദരിയുടെ ഭവനത്തിൽ താമസിച്ചു. അവൾ അവരെ കൈക്കൊണ്ടു. എന്നിട്ട് അവിടുത്തെ ചരിത്രങ്ങളെല്ലാം അവരോട് പറഞ്ഞു കേൾപ്പിച്ചു. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നിമിത്തം നമുക്ക് അതിന്റെ ഇപ്പോൾ വായിച്ചതിന്റെ താഴത്തെ ഭാഗങ്ങളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് 11-ാം അധ്യായത്തിൽ അല്ലെ 10-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അപ്പം ഈ സഹോദരി അവർ കേട്ടതായ ചരിത്രങ്ങൾ, എരിഹോ പട്ടണക്കാർ കേട്ടതായ ചരിത്രങ്ങൾ ഈ കടന്നു വന്ന ഒറ്റുകാരോട് പറയുകയാണ്. ഒറ്റുകാരെന്ന് പറയുന്നത് 2 ഇസ്രായേൽ പൗരന്മാരാണ് കടന്നു വന്നിരിക്കുന്നത്. അവർ കടന്നു വന്ന് ഈ സഹോദരിയുടെ വീട്ടിൽ പാർക്കുമ്പോൾ അവരെ കൈക്കൊണ്ട ഈ സഹോദരി പറയുകയാണ്, നിങ്ങൾ നിമിത്തം ഞങ്ങൾ പട്ടണക്കാരെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹൃദയം ഉരുകിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ സീഹോനോടും ഓഗിനോടൊക്കെ ചെയ്ത ആ രാജാക്കന്മാരോട് ചെയ്ത പ്രവൃത്തികളെല്ലാം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ ഭയത്തോടെ ഇവിടെ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിൽ കൈക്കൊണ്ട സമയത്താണ് രാജഭടന്മാര് കടന്നു വരുന്നത്. 2 ശിത്തീമിൽ നിന്നും 2 ഇസ്രായേൽ പൗരന്മാര് നമ്മുടെ ദേശം ഒറ്റുനോക്കുവാൻ വന്നിട്ടുണ്ട്.
അത് നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ എത്രയും വേഗം ഞങ്ങൾക്ക് വിട്ടുതരിക. അപ്പോൾ ഈ സഹോദരി വളരെ ബുദ്ധിപൂർവം അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പെട്ടെന്ന് തന്നെ ഇവരെ തട്ടിൻപുറത്ത് കൊണ്ടുപോയി അവിടെ ചണച്ചണ്ടികളുടെ ഇടയിൽ ഒളിപ്പിച്ചിട്ട് ഇവരോട് പറയുകയാണ്, അവരിവിടെ വന്നിരുന്നു വാസ്തവം തന്നെ, പക്ഷെ അവരെവിടേക്ക് പോയി എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പട്ടണവാതിൽ അടയ്ക്കും മുമ്പേ, കാരണം നമുക്കറിയാം എരിഹോ പട്ടണം വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. ചുറ്റപ്പെട്ട മതില് നമുക്ക് തുടർന്ന് യോശുവയുടെ പുസ്തകം പഠിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. യോശുവയും ഇസ്രായേൽ മക്കളെല്ലാം കാഹളമുതിയ എരിഹോ പട്ടണത്തെ ഇടിച്ചിടുന്നതൊക്കെ നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ് എരിഹോ പട്ടണം. അപ്പൊ ഈ പട്ടണം എന്ന് പറയുന്നത് വളരെ വീതി, ഈ മതിൽ എന്ന് പറയുന്നത് വളരെ വീതി ഉണ്ടായിരുന്ന മതിലൊക്കെയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ ഈ മതിലിനോട് ചേർന്നായിരുന്നു ഇവരുടെ വീടിരുന്നിരുന്നത്. അപ്പോൾ അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ പറയുകയാണ്, അവരെവിടേക്ക് പോയെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ പട്ടണവാതിൽ അടയ്ക്കും മുമ്പേ പെട്ടെന്ന് അവരുടെ പിന്നാലെ ചെന്ന് അവരെ പിടിക്കുകയും എന്ന് പറഞ്ഞ് ഭടന്മാരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവൾ തട്ടിൻപുറത്ത് കയറി ചെന്ന് ഈ സഹോദരന്മാരെ പട്ടണവാതിൽ അടച്ചു. ഇവരെ അന്വേഷിച്ചു പോയ ഭടന്മാര് തിരിച്ച് പട്ടണത്തിന്റെ അകത്ത് കയറി പട്ടണവാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ രണ്ട് സഹോദരന്മാരെയും ഈ സഹോദരി തന്റെ വീടിന്റെ കിളിവാതിൽ വഴി കയറുകെട്ടി താഴേക്ക് ഇറക്കി വിട്ടു. പോകുന്നതിന് മുമ്പ് ഒരു ഉടമ്പടി ഇവര് തമ്മിൽ ചെയ്യുന്നത് നമുക്ക് തുടർന്നുള്ള വേദവാക്യത്തിൽ കാണുന്നു. 12 മുതലുള്ള വേദവാക്യങ്ങൾ. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നും വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള രക്ഷം തരികയും വേണം. അപ്പോൾ ഇവരോടൊരു അപേക്ഷ, നിങ്ങൾ എന്തായാലും എരിഹോ പട്ടണം പിടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു യുദ്ധം നടക്കും. ഞങ്ങളുടെ രാജാവും ഭടന്മാരുമായിട്ട് യുദ്ധം നടക്കും. യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളോട് ദയ ചെയ്തതുകൊണ്ട് നിങ്ങൾ എന്നോടും ദയ കാണിക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മാതാപിതാക്കളെയും എന്റെ സഹോദരന്മാരെ അവർക്കുള്ള സകലത്തെയും നിങ്ങൾ സംരക്ഷിക്കണം, അവർക്കൊരു അനർത്ഥവും വരരുത് എന്ന് പറഞ്ഞ് ഈ സഹോദരി അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്കൊരു അടയാളം തരണം എന്ന് പറയുന്നു. അപ്പൊ ഈ വന്ന ഒറ്റുകാര് അവളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. നീ എത്രയും വേഗം നിന്റെ കുടുംബക്കാരെയും വീട്ടുകാരെയും എല്ലാം നിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തുക. നിന്റെ ചർച്ചക്കാർ, നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിന്റെ വീട്ടിൽ നീ സംരക്ഷിക്കണം. ഞങ്ങൾ ഒരു ചുവപ്പ് ചരട് തരും, അത് നീ ഈ കിളിവാതിൽ കെട്ടിയിരിക്കണം. യഥായിരിക്കും ഞങ്ങൾക്ക് അടയാളം. ഞങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഈ ചുവപ്പ് ചരട് കാണുന്ന നിന്റെ ഈ ഭവനവും നിന്റെ പ്രിയപ്പെട്ടവരും രക്ഷപ്പെട്ടിരിക്കും. ഞങ്ങൾ നിന്റെ ഭവനത്തെ തൊടുകയില്ല. അത് പരസ്പരമുള്ള ഒരു ഉടമ്പടിയായി. ഇനി ആരെങ്കിലും നിന്റെ ഭവനത്തിൽ നീ വിളിച്ചിട്ട് നിന്റെ ഭവനത്തിൽ വന്ന് കയറി രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദി ഞങ്ങളല്ല, അത് അവർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പേ നീ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ ഇവര് തമ്മിൽ ഒരു ഉടമ്പടി ചെയ്ത് മടങ്ങിപ്പോകുന്നതായിട്ടും പിന്നീടുള്ള വേദവാക്യങ്ങളില് ഇവർ കടന്നു വന്ന് എരിഹോ പട്ടണത്തെ പിടിച്ചടക്കുമ്പോൾ ഈ രാഹാബിനെയും അവളുടെ മാതാപിതാക്കളെ അവളുടെ സഹോദരന്മാരെ അവർക്കുള്ള സകലത്തെയും ഇവർ സൂക്ഷിച്ചു എന്ന് നമുക്ക് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ചരിത്രമാണ് നമ്മുടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചത്. വിശ്വാസത്താൽ രാഹാബ് ജാതികളോടുകൂടെ നശിക്കാതിരുന്നു. കാരണം തന്റെ പ്രവൃത്തി അവിടെ രാഹാബ് വെളിപ്പെടുത്തി. അതുകൊണ്ട് എന്തുണ്ടായി? അവൾക്ക് ജാതികളോടുകൂടെ എരിഹോ പട്ടണത്തിലുള്ള മറ്റുള്ള ജനത്തോടുകൂടെ ഒരു നാശം ഭവിക്കാതെ അവളും അവളുടെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ഇതേ വിഷയമാണ് യാക്കോബ് അപ്പോസ്തലൻ വീണ്ടും എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവർത്തികളാൽ അവളോടൊരു പ്രവൃത്തി ചെയ്തു, ഇവരെ ഒന്ന് സംരക്ഷിച്ചു. പിന്നെ അവളുടെ മാതാപിതാക്കളെ അവൾക്ക് വേണ്ടവരെല്ലാം വിളിച്ചുകൂട്ടി. ആ ചുവപ്പ് ചരട് അവളെ കിളിവാതിന്മേൽ കെട്ടിയിട്ടു. അങ്ങനെ അവളെ തന്റെ പ്രവർത്തികളാൽ തന്റെ വിശ്വാസം അവിടെ വെളിപ്പെടുത്തി താൻ നിമിത്തം തന്റെ കുടുംബക്കാർ, ചാർച്ചക്കാർ എല്ലാവരും അവിടെ രക്ഷ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ആ ചരിത്രത്തിൽ യോശുവയുടെ കാലഘട്ടത്തിൽ നടന്നതായ ആ ചരിത്ര സംഭവം
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും യാക്കോബും തങ്ങൾ ലേഖനങ്ങൾ എഴുതുമ്പോൾ അത് എടുത്തെഴുതി മറ്റുള്ള ദൈവജനത്തെ വിശ്വാസത്തിനായി ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്താലായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം പ്രവൃത്തികളാലായിരിക്കട്ടെ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർവ്യാജമെന്ന് പറയുന്നു. കാരണം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തികളാൽ തെളിയിക്കണം. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വിശ്വാസത്തോടു കൂടിയതായിരിക്കണം. അത് മറ്റുള്ളവർ കാണുമ്പോൾ അവരും നമ്മോടുകൂടെ രക്ഷ പ്രാപിക്കുവാൻ, നമ്മോടുകൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ അത് നിമിത്തമായി തീരണം. നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ സഹോദരിമാരോ കുടുംബങ്ങളോ നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഈ ദൈവിക സന്തോഷത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, ഈ 2020 നമ്മുടെ വിശ്വാസം പ്രവർത്തികളാൽ അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുക. ചില വ്യക്തികളെ നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര വിശ്വാസമൊക്കെ ഉണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, ദൈവകൃപയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളുടെ മുമ്പിൽ അവരുടെ ജീവിതം മാതൃകയില്ല എങ്കിൽ ആ മാതാപിതാക്കൾ ഒരിക്കലും ഈ വ്യക്തി നിമിത്തം രക്ഷിക്കപ്പെടത്തില്ല. തങ്ങളുടെ സഹോദരന്മാരാരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിന്റെ പ്രവൃത്തി നല്ലതല്ല എങ്കിൽ, നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരാരും രക്ഷിക്കപ്പെടത്തില്ല. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ കൂടി തെളിയിച്ച് അവരെ സ്നേഹിക്കുക. നമ്മളെ ഉപദ്രവിക്കുന്നവരായിരിക്കാം അവര്, നമ്മളെ പീഡിപ്പിക്കുന്നവരായിരിക്കാം അവര്, വാക്കും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരായിരിക്കാം അവര്. പക്ഷെ നമ്മൾ അവരോട് ക്ഷമിച്ച് അവരെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് നമ്മുടെ വിശ്വാസം പ്രവർത്തിയാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവര് നമ്മോടുകൂടെ രക്ഷിക്കപ്പെട്ട് ഈ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അതിനായി ദൈവം ഇന്ന് പകൽക്കാലം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ വചനധ്യാനത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.